എല്ലാ ഫിത്തിനിന്റെയും അടിത്തറ കിടക്കുന്നത് ബിസിനസ്മാനിലാണ്. കാരണം അയാളിത് ഒപ്പിച്ച് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിച്ച് ഒരു ടീമിനെ അടർത്തിയെടുത്ത് അയാൾക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നേറണം. അതിനുള്ള തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അതിനയാൾ ഉടനെ ചെയ്തത് ഈ വഹാബിനെ പോലെയുള്ളവരെ ഉപയോഗപ്പെടുത്തുന്നു. വലിയ കുറുക്കന്റെ ബുദ്ധിയാ. പുറത്തൊരു സംഭവം ഉണ്ടാവില്ല. പുറത്തിങ്ങനെ കാണുന്നു, സോദിക്കരി നിങ്ങളെ ഫോട്ടോ വിടുന്നു, ഇടക്കിടക്കെ പേച്ച് ലീഗിനെ കൊണ്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞു പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒരു മായാജാലത്തിലാണ് അയാൾ ജീവിച്ചത്. ഒടുവിൽ അതിൽ തന്നെ നേരത്തെ ഇ കെ വിഭാഗത്തിൽ സജീവമായിരുന്ന ചില ആളുകളെ കൂടി ഹക്കീം അസ്ഹരിയുടെ വലയത്തിൽ കുടുക്കി. അങ്ങനെയാണ് അവരെ കൊണ്ടും നേരത്തെ എ പി വിഭാഗം കളിച്ച കളി കളിപ്പിച്ചത്. ഈ ഇലക്ഷനിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് ടീമാണ് സമസ്തന്റെ നേതാക്കളോ പാണക്കാട് സാദാത്യങ്ങൾ അംഗീകരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന വ്യാജ മുസ്ലിയാക്കന്മാർ അവർ ഒരുമിച്ചാണ് രംഗത്തിറങ്ങിയത്. വഹാബ് ഈ പോസ്റ്റർ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനത്തെ എല്ലാ സഖാഫികളും. അപ്പൊ അപ്പുറത്ത് വേറെ ഒരുത്തനെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഹക്കീമിന്റെ തന്ത്ര. ഇമാമിങ്ങളെ തള്ളി ഇബ്നു തൈമിയെ ന്യായീകരിച്ച് എ പി സമസ്ത എന്ന ടൈറ്റിലിൽ നമ്മളെ കള്ളത്തൊരീക്കത്തുകാരൻ നൗഷാദ് മൗലവിയാണ് ഈ രീതിയിൽ പ്രസംഗിക്കുന്നത്. പിന്നെ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഡിസംബർ 19 വെള്ളിയാഴ്ച മലപ്പുറത്ത് നടത്തിയ ഒരു പ്രസംഗത്തില് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഉള്ളൊരു പരിപാടിയാണല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് എ പി ഉസ്താദിന്റെ മകനായിരിക്കുന്ന ഹക്കീം അസ്ഹരി ഉസ്താദ് അവരുകള് ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഇ കെ വിഭാഗത്തിലെ ചില ആളുകളെയും അദ്ദേഹം കൂട്ടുപിടിക്കുന്നു എന്ന രീതിയിലാണ് നൗഷാദ് പറയുന്നത്. അപ്പൊ അതിന് കാരണം നമുക്കറിയാം, ഈ റിസൾട്ട് വന്നല്ലോ. അപ്പൊ അതിൽ ജബ്ബാർ ഹാജിയുടെ വിജയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇ കെ വിഭാഗത്തിന് ഇവൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് ഞാൻ കേൾപ്പിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇവൻ ആദ്യകാലങ്ങളിൽ ഇവൻ പ്രസംഗിച്ച ഒരുപാട് പ്രസംഗങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. അതിലൊക്കെ ഇവൻ എന്താണോ പറയാൻ കരുതിയിട്ടുള്ളത് അതിനുള്ള എല്ലാം മറുപടി ഇവൻ തന്നെ മുമ്പ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ പാണക്കാട് സയ്യിദന്മാരെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഇപ്പൊ മുമ്പേ പലപ്പോഴായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോ പാണക്കാട് സയ്യിദന്മാര് മാപ്പ് പറയണമെന്നും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തത് അബദ്ധമാണെന്നും ഒക്കെ പോലും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവൻ ആ മുമ്പ് പറഞ്ഞ ആളേ അല്ല. അപ്പൊ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിന് മുന്നേ ഇവൻ ഇ കെ വിഭാഗത്തിന് കൊടുക്കുന്ന ആ മുന്നറിയിപ്പ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കേൾക്കാം. ഈ വിഭാഗത്തോട് ഞാൻ പറയാണ്, ഈ ഇപ്പൊ പറഞ്ഞ കേരളായിക്കാരന്റെ നേതൃത്വത്തിലുള്ള ടീമുണ്ടല്ലോ, ഓരോടും പറയാണ്, നിങ്ങൾ പണ്ടൊക്കെ ഇ കെ ഉസ്താദിനെ അംഗീകരിച്ച് നടന്ന ടീമല്ലായിരുന്നോ? ഇ കെ ഉസ്താദിനേക്കാൾ വലിയ ബുദ്ധി എന്തിനാ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? ഇ കെ ഉസ്താദ് പാണക്കാട് സാദാത്യങ്ങളെ ചേർത്ത് പിടിച്ച ആളുകളല്ലേ, അതിന് ഞങ്ങൾ മറക്കുന്നത്. ഇ കെ ഉസ്താദ് എ പി വിഭാഗം സുന്നിയല്ലെന്നും അവരോട് സഹകരിക്കരുത് എന്നും പറഞ്ഞതല്ലേ? എന്തിനാ ഞങ്ങൾ ഹക്കീമിന്റെ മൂട് താങ്ങാൻ പോകണം? എന്തിനാ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം? ഓലേതായാലും നശിച്ച് തീരാനുള്ളതാണ്, യാതൊരു സംശയമില്ല. ഓലെല്ലാവരും കൂടി അവലംബാക്കിയ ഒരു വ്യക്തിയുടെ പേരിൽ നിലക്കാണ് പോയാൽ കഴിഞ്ഞ് 11 ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ആൾക്കൂട്ടം ഉണ്ടാവില്ല എന്നല്ല, അത് കാര്യം ആദർശം ഉണ്ടാവില്ല. ആദർശമില്ലാത്ത ആൾക്കൂട്ടം കൊണ്ട് എന്താ കാര്യം? അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല നിൽക്കാക്ക വിട്ട ഇ കെ ഉസ്താദിന്റെ സരണിയിൽ തന്നെ നിൽക്കി. ഇ കെ ഉസ്താദിന്റെ മഹത്വം വാഴൊക്കെ നിങ്ങൾക്കല്ലേ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാം. നിങ്ങളല്ലേ ഒരുപാട് കാലം പറഞ്ഞു നടത്തിയിരുന്നത്. ഞങ്ങളന്ന് ഇ കെ ഉസ്താദിന്റെ എതിർചേരിയിൽ നിന്ന ആളുകളാ. പക്ഷേ മശായിഖന്മാർ ഞങ്ങളോട് ഇ കെ ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അവരെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് പറയാൻ ഞങ്ങൾ ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് ഏതായാലും ബോധ്യപ്പെട്ടില്ലേ, പൊതുസമൂഹവും ജനങ്ങളും പ്രതിപക്ഷം പോലും ഇല്ലാതെ ജബ്ബാറാജി ഭരിക്കാൻ പോകുന്നതാണ്. അപ്പൊ ഈ രൂപത്തിലേക്ക് നിങ്ങൾ ആക്കി കൊടുത്തല്ലേ, എന്തിനാ നിങ്ങൾ ഇതിൽ ഇറങ്ങിയത്? അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ കഴിയും. വെറുതെ വിചാരിക്കുക ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഭൗതികമായി തന്നെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇ കെ വിഭാഗത്തോട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ കരുളായിക്കാരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കരുളായിക്കാരന്റെ അടുത്ത് നിന്ന് കണക്കിന് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കാം. അദ്ദേഹം തന്നെ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം എടുത്തിട്ട് ചില കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് കേൾപ്പിക്കേണ്ടത്. ഈ പ്രസംഗത്തിൽ ഇപ്പം പറയുന്നത്, ജബ്ബാർ ഹാജിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ ഇരു വിഭാഗം ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്, എ പി വിഭാഗം ഇ കെ വിഭാഗം. പക്ഷെ ഈ വിഷയത്തിൽ ജബ്ബാർ ഹാജിക്ക് ഒരു കാര്യം പറയാണ്ട്, അദ്ദേഹം നന്ദി പറയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർക്ക്. അത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അവരോട് എനിക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്. കാരണം ഒരു കാലഘട്ടത്തില് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടും എല്ലാം മറന്നും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട എ സി മൻസൂർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ നന്ദി പറയുന്നു. ഇവിടെ നമുക്ക് അറിയുന്ന കാര്യമാണ്, ജബ്ബാർ ഹാജി മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജബ്ബാർ ഹാജിക്കെതിരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജബ്ബാർ ഹാജിയുടെ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെത്തുന്നു നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഈ പുതിയ സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഭാഗങ്ങളിൽ ഐക്യവും ഒരുമയും കൂട്ടുകെട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ ക്രമേണ അതൊക്കെ ഇല്ലാണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് കരുതിക്കൊണ്ടിരിക്കുന്നത്. ജബ്ബാർ ഹാജിയുടെ ഈ വാക്കുകളിൽ തന്നെ എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. അത് തന്നെ കൂടുതൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ
ഈ പാണക്കാട് തങ്ങന്മാര് വഹാബികളെ മൗദൂദികളുടെ വേദിയിലെത്തുന്നതിനെ വിമർശിച്ച ഒരാളായിരുന്നു ഈ നൗഷാദ്. നൗഷാദിന്റെ ആദ്യകാലത്തുള്ള പ്രസംഗങ്ങളിൽ ഇവൻ AP വിഭാഗത്തിൽ നിന്ന് പോയതിനു ശേഷം 2018 ഇവൻ കൂരിയാട് വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ആദ്യം അദ്ദേഹം പറയുന്നത് നോക്കി നിങ്ങൾ. ഇവിടെ പാണക്കാട് തങ്ങന്മാർ മാപ്പ് പറയണമെന്നും അവർ ചെയ്ത അബദ്ധങ്ങളാണ് എന്നൊക്കെ മറ്റാരും ആ രീതിയിലൊന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല. അതുപോലും ഇവൻ ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. നോക്കി നിങ്ങൾ ഇപ്പം പറയുന്നത് സമ്മേളനം വഹാബിക്കൊണ്ടോ പള്ളി മഹല്ല് ആ സാധാരണ ഇല്ല. അവർ ആ പള്ളി മഹല്ല് സമ്മേളനം നടത്തുന്നത്. ആ സമ്മേളനത്തിൽ തങ്ങളുപ്പാപ്പയുടെ പ്രസംഗത്തിന് അടുത്ത സെഷനിൽ തീർത്ത് മറുപടി മുജാഹിദ് പറഞ്ഞു കേട്ടോ. പോയ തങ്ങളെയും വശനാക്കി കേട്ടോ. മുജാഹിദ് സ്വഭാവം കാണിച്ചിട്ടുണ്ട്. 2 പ്രസംഗവും ഞാൻ കേൾപ്പിക്കുന്നു. ഈമാനുള്ളവരെ, ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ സത്യത്തിൽ ഞങ്ങൾ ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു? മഹാനരായ PMS തങ്ങൾ, വലിയ വിലായത്തിന്റെ ഉടമസ്ഥരായ വലിയ മഹാൻ, മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം വരെ അവരുടെ കറാമത്തായി ഉണ്ട്. അവരെ പേരക്കുട്ടികൾ ഒരു മുജാഹിദിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനവും അതേ സമസ്തയും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവിടെ നവോത്ഥാനമുണ്ടായതെന്ന് മഹാനരായ സയ്യിദ് അവറുകളെ നിങ്ങൾ പറഞ്ഞത് ഏറ്റവും വലിയ അബദ്ധമാണ്. ഇവിടെ ഇവൻ പറയുന്നത് മുജാഹിദ് വേദിയിൽ പാണക്കാട് സയ്യിദ് അവറുകൾ എത്തി. എന്നിട്ട് അദ്ദേഹം ആ സയ്യിദ് അവറുകളുടെ പ്രസംഗമൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. ഇതിന് നിങ്ങൾ ചെയ്തത് വലിയ അബദ്ധമാണ്, അത് സുന്നികളായിരിക്കുന്ന ഒരുപാട് ആളുകളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് എന്നാണ് ഇവൻ പറയുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യം തന്നെയാണത്. അന്ന് ഇവൻ പറയണം. ഇനി ഇവൻ വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി നമുക്ക് ഇതിൽ കേൾക്കാം. തങ്ങൾ മാപ്പ് പറയണം എന്ന് വരെ ഇവൻ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ. സമസ്തയും KNM ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. കാരണം KNM എന്ന് പറഞ്ഞ സാധനം കേരള മുജാഹിദീൻ അത് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാനാണ് സമസ്തയുണ്ടാക്കിയത് കേട്ടോ. ആ പ്രതിരോധിക്കാനുണ്ടാക്കിയ സമസ്തയും മുജാഹിദും ഒന്നിച്ചു നിന്നത് കൊണ്ടാണ് ഇവിടെ പുരോഗമനം ഉണ്ടായതെന്ന് മുജാഹിദ് സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച എന്റെ മഹാനായ സയ്യിദ് അവറുകളെ, നിങ്ങൾ ആരാണിത് പറഞ്ഞു പറ്റിച്ചത്? ഏത് രാഷ്ട്രീയക്കാരാ പറഞ്ഞു പറ്റിച്ചത്? നിങ്ങൾ പോയതിന്റെ ശേഷം നിങ്ങൾക്ക് കണക്ക് അവർ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ തങ്ങളെ. ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. നിങ്ങൾ പോയത് നിങ്ങൾ ഒന്നാന്തരം ശത്രുവിന്റെ നടുവിലേക്കായി പോയി. എന്നിട്ട് അവിടെ പോയി പറഞ്ഞതോ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പൊട്ടത്തരമായി പോയി. ഈ ഉമ്മത്ത് വിഷമിക്കുകയാണ്. ഈ ലോകത്ത് ഭൂകമ്പം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പേടിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? KNM വന്നപ്പോ പ്രതിരോധിക്കാനുണ്ടാക്കിയ സമസ്ത അത് രണ്ടും ഒന്നിച്ചു നീങ്ങിയത് സയ്യിദ് അവറുകളെ നിങ്ങൾ മാപ്പ് പറഞ്ഞാലല്ലാതെ ഞങ്ങളെ വിഷമം തീരുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇവൻ പാണക്കാട് തങ്ങന്മാരോടാണ് മാപ്പ് പറയാൻ പറയുന്നത്. അതിനുള്ള കാരണം പറയുന്നത് കേട്ടില്ലേ? ഇവിടെ സമസ്ത ഉണ്ടാക്കിയത് എന്താണ്? വഹാബികൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സയ്യിദന്മാർ എത്തുമ്പോഴൊക്കെ നമ്മളുടെ വേദനയും ഇത് തന്നെയാണ്. എങ്കിൽ ഇപ്പോ ഈ പുതിയ സാഹചര്യത്തിൽ ഇവൻ ഇതിനൊക്കെ ന്യായീകരിക്കണം. നോക്കൂ നിങ്ങൾ, ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ അന്ന് തന്നെ ഇവൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പാണക്കാട് തങ്ങന്മാര് ഈ മുജാഹിദ് പരിപാടിയിലേക്ക് പങ്കെടുത്തതിന് ശേഷം ഇവിടെ EK വിഭാഗത്തിലെ നേതാക്കന്മാര് ആണത്തമുള്ള ജിഫ്രി തങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ വിഷയം വന്നപ്പോ ഈ തങ്ങന്മാര് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോ അതാ നമ്മളൊക്കെ വിഷമിച്ചു. പക്ഷേ ഉടനെ അതാ ഒരു പ്രസ്താവന വരുന്നു. നമ്മൾ സന്തോഷിച്ചു. ഞാൻ ആ പ്രസ്താവന ഒന്ന് വായിക്കാം. നവീനവാദികളുമായുള്ള ബന്ധം സമസ്ത നിലപാടിൽ മാറ്റമില്ല. നമ്മൾ വളരെയേറെ സന്തോഷിപ്പിച്ചു. ഉത്തരവാദിത്വം നിറവേറ്റി മഹാനരായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ആഴത്തമുള്ള പ്രസ്താവന വന്നു. ഞാൻ വായിക്കാം. അത് ചേളാരി മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയ മതനവീകരണവാദികളുടെ പരിപാടികളിൽ പങ്കെടുക്കുകയോ സഹകരിക്കുകയോ ചെയ്യരുതെന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രഖ്യാപിത നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ CKM സ്വാദിഖ് മുസ്ലിയാർ, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു. കേട്ടില്ലേ? അപ്പോ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യാണ്? EK വിഭാഗത്തിന്റെ നേതാക്കന്മാർ ആണത്തമുള്ളവരാണ്. ജിഫ്രി തങ്ങൾ തന്നെ ഇതാ രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, കുറച്ചും കൂടി പറയുന്നത്. ഭൂരിപക്ഷം വരുന്ന സുന്നികൾ ബഹുദൈവ വിശ്വാസികളാണെന്ന് പ്രചരിപ്പിക്കുകയും സച്ചരിതരായ സ്വഹാബത്തിനെയും മുൻഗാമികളെയും മദ്ഹബിന്റെ ഇമാമുകളെയും തള്ളിപ്പറയുകയും മുസ്ലിം സമുദായത്തിൽ അനൈക്യവും ഛിദ്രതയും ഉണ്ടാക്കുകയും മഹത്തുക്കളെയും സാദാത്തുക്കളെയും അവമതിക്കുകയും ചെയ്യുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ പരിപാടികളിൽ
സംബന്ധിക്കാൻ സമസ്തയുമായി ബന്ധപ്പെട്ടവർക്ക് കഴിയില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ സലഫി പ്രസ്ഥാനത്തെ വെള്ളപൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചില സുന്നികളെ സമ്മേളനത്തിൽ സംബന്ധിക്കാനുള്ള മുജാഹിദുകളുടെ ശ്രമത്തിൽ പ്രവർത്തകർ വഞ്ചിതരാവരുതെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചു. ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല ഇടപെടൽ അതവിടെ നടത്തേണ്ടതാണ്. മഹാനരായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സയ്യിദ് തറവാട്ടിലെ കാരണവന്മാരാണ്. ഈ സയ്യിദന്മാർക്കൊക്കെയും അവരെ മുകളിൽ ഇൽമും തഖ്വയും ഉള്ള വലിയ മഹാൻ അവരുടെ നേതൃത്വത്തിലാണ്. പോകരുതെന്നും പോയാലത് സമസ്തയോട് യോജിപ്പിക്കുന്ന രംഗം വരുമെന്നും അത് വളരെ മോശമാണെന്നും ഉത്തരവാദിത്തപ്പെട്ട ഉലമാ പ്രസ്താവന ഇറക്കി. ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല ഇടപെടൽ. ഇപ്പോൾ അദ്ദേഹം വായിച്ചതൊക്കെ EK സമസ്ത പുറത്തിറക്കിയ അവരുടെ പത്രക്കുറിപ്പിലും ഈ തങ്ങന്മാര് പങ്കെടുത്തതിനെതിരെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത്തരത്തില് മുജാഹിദിന്റെ പരിപാടിയിലേക്ക്, പുത്തൻവാദികളുടെ പരിപാടിയിലേക്കൊന്നും പോവരുത് എന്ന് IK വിഭാഗ സമസ്തയും അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാരും നടത്തിയ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ ഇവൻ കേൾപ്പിക്കുന്നത്. ഇവൻ ഇത്രയും കേൾപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ? അത് AP വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അത് അടുത്ത ഭാഗത്ത് ഇവൻ പറയുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ നിന്ന പഴയ സംഘടനയുടെ ആളുകൾ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് മുജാഹിദിന് ക്ലാസ് എടുപ്പിച്ചപ്പോൾ പോലും അപ്പുറത്ത് മുഷാവറ അനങ്ങിയിട്ടില്ല, ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. അതിൽ നിന്നൊക്കെ വിപരീതമായി തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരാള് മുജാഹിദ് സമ്മേളനത്തിൽ വരുന്നു എന്നറിഞ്ഞപ്പോ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചു. പക്ഷേ ഞങ്ങൾ അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും പറഞ്ഞത്. AP വിഭാഗത്തിന്റെ സ്ഥാപനത്തിൽ മുജാഹിദ് ക്ലാസ് എടുത്തിട്ട് അവർ മുഷാവറ മുണ്ടിയിട്ടില്ല. അതേ മറിച്ച് ഇവിടെ തങ്ങന്മാര് വഹാബികളുടെ പരിപാടിയിലേക്ക് പോയപ്പോൾ അവരുടെ മുഷാവറയും അവരുടെ നേതൃത്വവും ഒന്നിച്ച് പ്രതികരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയും ഇപ്പൊ പറഞ്ഞു വെച്ചത്. ഇനിയും ഒരു കാര്യം കൂടി ഇവൻ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടോക്കാം. ഞങ്ങളിങ്ങനെ നോക്കി നിന്നു, അത് എവിടെ എത്തുമെന്ന്, ഇടപെടലുകൾ വരുന്നുണ്ടോ എന്ന്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കഥ എവിടെ എത്തിയെന്നറിയോ? അതാ പിന്നെ നമ്മൾ കാണുന്നു അടുത്ത വാർത്ത. എന്താണ് വാർത്ത? 5 അംഗ സമിതിയെ തീരുമാനിച്ചു ഇത് സംബന്ധമായി തീരുമാനമെടുക്കാൻ. അതാരായിരുന്നു? മഹാനരായ ഹൈദരലി തങ്ങളടക്കം 5 ആളുകളെ തീരുമാനിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും കാത്തിരുന്നു. എല്ലാ മുഅ്മിനീങ്ങളും, ഇത് സംഘടനയൊന്നുമില്ല, ഈമാനുള്ള മുഅ്മിനീങ്ങളൊക്കെ ഇതിൽ ഒറ്റക്കെട്ടാണ്. ഇതിലെല്ലാവർക്കും പ്രതിഷേധമുണ്ട്. ഇന്നലെ വാർത്ത വരുന്നു. എന്താ വാർത്ത? തങ്ങന്മാര് ഖേദം പ്രകടിപ്പിച്ചതായി വാർത്ത വരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയം ഒതുക്കി അത് പറഞ്ഞു തീർന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ കേൾക്കുന്ന വാർത്ത അതാണ്. സുഹൃത്തുക്കളെ, ചിന്തിക്കണം, അവിടെയും ഇടപെടലുകൾ വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടി വന്നു. കാരണം തീര് പറയുന്ന ആലിമീങ്ങൾ ഉണ്ടാക്കിയ സമിതിയിൽ പിന്നീട് കാണുന്നത് രാഷ്ട്രീയക്കാരെയാണ്. അവരിടപെടുന്നു. പിന്നെ നമ്മൾ കാണുന്നു ഖേദം പ്രകടിപ്പിച്ചു എന്ന വാർത്ത. അപ്പൊ ഈ പറഞ്ഞതൊക്കെ നൗഷാദാണ്. ഇവൻ ഈ അവസാനം പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടില്ല. അവസാന ഭാഗത്ത് എന്തേ പറഞ്ഞു എന്നുള്ളത് അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇടപെടലുകൾ വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഇടപെടൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ പറയല്ലോ ഷജറകൾ, സുഹാബികൾ, ഇവർ തമ്മിൽ എന്താ പ്രശ്നം? AP EK എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ പറഞ്ഞു തരി, എന്താ പ്രശ്നമുള്ളത്? പിന്നിക്കുന്ന കാലത്ത് നമ്മൾ തമ്മിൽ എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഷജറകൾ ഇവർ തമ്മിലുള്ള എന്താ പ്രശ്നമുള്ളത്? ഒരു വിഭാഗം പറയുന്നത് എന്താണ്? സമസ്തയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ അടിയുറച്ച് നിൽക്കണം. സമസ്ത ഉണ്ടാക്കിയത് വഹാബികളെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ യഥാർത്ഥ ദീനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ പേപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വഹാബികളും മൗദൂദികളൊക്കെ വന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ യഥാർത്ഥ ദീനിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടായത്. അപ്പൊ ആ സമസ്ത എങ്ങനെയെങ്കിലും പൊളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വഹാബികൾ ശ്രമം നടത്തിയത്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഒക്കെ ഉണ്ടായത്. ഇത് നമ്മൾ എന്നോ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇപ്പൊ നൗഷാദ് എന്താണ് ഇവരോട് പറയുന്നത്? നിങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. പക്ഷെ അവരെന്ത് ചെയ്ത്? ഒരു കാലത്ത് രാഷ്ട്രീയക്കാരാണ് അവർ, ആൾക്കാർ വലുത്, അവർ പറയുന്നതിൽ അപ്പുറം എന്ന് പറഞ്ഞു നീ. പക്ഷെ നമ്മളതല്ല, നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ അവരും അതേ ആശയത്തിലെത്തി, അതേ ആദർശം അവർ പറഞ്ഞു, സംസാരിച്ചു, പല പ്രശ്നങ്ങളുണ്ടായി, വീണ്ടും അവിടെ ചേരികളായി. ഇതല്ലേ നമ്മൾ കണ്ടത്. അപ്പൊ ഇപ്പൊ നൗഷാദ് പറയാണ് നിങ്ങൾ ശംസുൽ ഉലമയുടെ ഒപ്പം നിൽക്കണം. അവരോടെ നിങ്ങൾക്കല്ല അതിന്റെ യഥാർത്ഥ ആളുകൾ. അന്ന് ശംസുൽ ഉലമ എന്താ ചെയ്തത് പിന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ശംസുൽ ഉലമ യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞിരുന്ന ഒരാൾ തന്നെയാണ് അല്ലെ. ഇപ്പൊ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ EK വിഭാഗത്തിൽ ഒരു പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഒരു മാറ്റം വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് തന്നെയാണ് ശംസുൽ ഉലമയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അങ്ങനെ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചില സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, പുതിയ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ പലതും തോന്നി പോകുന്നുണ്ട്. ഈ വട്ടൂരി നൗഷാദ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? പരസ്പരം എന്ത് ചെയ്യാ, തമ്മിൽ എന്ത് ചെയ്യണം? പോരടിപ്പിക്കണം ഓരോ വിഭാഗത്തെയും. അതിനുവേണ്ടി പഴയതൊക്കെ എടുത്തുകൊണ്ട് വന്ന് പലതും ഇവങ്ങനെ വിസർജിച്ചുകൊണ്ടിരിക്കണം. ഇവന്റെ ഇപ്പോഴത്തെ പ്രസംഗത്തില് പിന്നെ EK ഉസ്താദൊക്കെ പ്രസംഗിക്കുന്നൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പ്രസംഗിച്ചത് ഇതിലപ്പുറ. അതൊക്കെ നമുക്ക് എന്താണ് തെരഞ്ഞാൽ കിട്ടും. വേണമെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്ത് പുറത്തിടാം. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല.